ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അറിയാമല്ലോ, നമ്മുടെ കാശിക്കുട്ടൻ്റെ പേരുവിളിയുടെ ദിവസമാണെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഫൈനൽ ലുക്ക് നമ്മുടെ ഡെക്കറേഷൻ ഇങ്ങനെയാണ്. നൈസായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാറക്കുട്ടിനെ ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചായി അവളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചായും പൊണ്ണമ്മയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാശിക്കുട്ടനെ ഞാൻ രാവിലെ തന്നെ കുളിപ്പിച്ച് ഉറക്കിക്ക് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും ഞാൻ പാറുവിനെ റെഡിയാക്കി പാറിൻ്റെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് അവളെ മേക്കപ്പ് ചെയ്യാനായിട്ട് കെടുത്തിട്ടുണ്ട് അവിടെ ബെഡിൽ. പുറത്ത് നമ്മുടെ ചെയറൊക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചെയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ ഓരോരുത്തരായിട്ട് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 11 to 11:30 നമ്മൾ ടൈം പറഞ്ഞിട്ടുള്ളത്. കാശിക്കുട്ടൻ്റെ എണീറ്റ് തുടങ്ങി. അല്ലൂനും അയിനൂനും കാശിക്കും ഒരേപോലത്തെ ഡ്രസ്സാണ്. ഗൈസ്, ഞങ്ങളപ്പോൾ വേഗം റെഡി ആവട്ടെ. വേഗം വേഗം ഞങ്ങൾ റെഡി ആവട്ടെ. കാശിനെ ഓർക്കിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം പോയി സാരി കൊടുക്കട്ടെ. ഇൻസ്റ്റഗ്രാമിൽ ബെല്ലീസ ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജാണ് നമ്മുടെ പാറുക്കുട്ടിക്കും കാശിക്കുട്ടനും അല്ലൂനും അയിനുള്ള ഡ്രസ്സ് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അടിപൊളി ഡ്രസ്സായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. എനിക്ക് പാറുവിൻ്റെയും എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് നമ്മൾ മെഷർമെൻ്റ് ഇല്ലാതെ തന്നെ അയച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു ഇതിൽ അവർ അയച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ പിള്ളേരുടെ അടുത്ത് പറയാൻ വയ്യ, നല്ല അവർക്ക് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടി 3 പേർക്കും. അപ്പോൾ കാശിക്കുട്ടനെ ഞങ്ങളിപ്പോൾ ഉടുപ്പിച്ചിട്ടില്ല കേട്ടോ. അവനെ ഞങ്ങൾ നമ്മുടെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇടിക്കാന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേന് നമ്മുടെ മാം എത്തി. മാം അതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ അപ്പോഴത്തേനും ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങി. എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ധാവണിയാണ്. ഈ ധാവണി നമ്മൾ ഫാഷൻ ക്ലബ് ബോട്ടിക്കിൽ നിന്നാണ് ഞാനും ഗീത്തും മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ കാർത്തിയും വലിയും എത്തി. എല്ലാവർക്കും ഇതേ വെള്ളവും കാര്യമൊക്കെ അതേ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാശിക്കുട്ടനെ അപ്പം തന്നെ നമ്മുടെ സജു എടുത്തിട്ട് കളിപ്പിച്ചു തുടങ്ങി. കുറേ നാൾക്ക് ശേഷം കാശിക്കുട്ടനെ കാണാമല്ലോ. അപ്പോൾ വല്യമ്മ കുറേ നേരം കളിപ്പിച്ചവനെ. ഇപ്പോൾ നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും വന്നു കേട്ടോ. ഇത് എൻ്റെ വലിയേച്ചിയും ചേട്ടനുമാണ്. വല്യമ്മമാരും വന്നു. പിന്നെ എൻ്റെ ഇത് കുഞ്ഞമ്മാമ്മയാണ്. മേമ വന്നു. കസിൻസ് എല്ലാവരും എത്തിയിട്ട് ഒരു വിധമായപ്പോഴത്തേനും അതായത് നമ്മുടെ മുത്ത് നല്ല ചുള്ളനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ അത്യാവശ്യം ആയപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ചടങ്ങ് നമുക്ക് നടത്തി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് നമ്മൾ അറേഞ്ച്മെൻറ്റ്സൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, അവിടേക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ അതിൽക്കുട്ടൻ അനിയനും അന്ന് വന്നിട്ടുണ്ട്. അനിയനല്ല കേട്ടോ, വേറെ ആളാണ് വന്നത്. അവർ 2 പേരും പുറത്ത് സെറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അകത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ കാശിക്കൂട്ടനെ അതേ അമ്മ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ പാറക്കുട്ടിക്ക് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. വെച്ചാൽ ഒന്നാമത് അവൾക്ക് ഇച്ചിരി ചുമയും കാര്യങ്ങളും വാശി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് കുറുമ്പുണ്ടായി. പിന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മാളുട്ടി ചേച്ചിനെ കണ്ടപ്പോൾ മാളുട്ടീനെ വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല. അവളിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ നടക്കുകയായിരുന്നു. നമ്മുടെ ഡെക്കറേഷൻ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ അല്ലെങ്കിൽ പറയണേ. ഇത് കാശിക്കുട്ടൻ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പുറത്തുള്ള ആൾക്കാരൊക്കെ ഓവറോൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിഖിൽ നമ്മുടെ കാശിമോനെ എടുത്തു. എന്നിട്ട് നമ്മൾ ചടങ്ങിന് ഇപ്പോൾ ചടങ്ങ് നടത്താൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചടങ്ങ് നടത്തുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ വിളക്കും തിരിഞ്ഞ സാധനങ്ങളൊക്കെ കത്തിക്കണമല്ലോ. ആ ഒരു സംഭവമൊക്കെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്നത് നമ്മുടെ കാശിയുടെ ഒഫീഷ്യൽ നെയിം അറിയാനായിട്ടായിരിക്കും അല്ലേ. ഇപ്പോൾ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് കാശിക്കുട്ടനെ പേര് വിളിക്കാൻ പോണത്. കാശിയുടെ ഒഫീഷ്യൽ നെയിം നമുക്ക് പറയാം കേട്ടോ. നമ്മൾ കാശീനെ വീട്ടിലാണ് കേട്ടോ കാശി വിളിക്കുന്നത്. ചിലർ വിചാരിച്ചിരിക്കുന്നത് കാശിയുടെ ഒഫീഷ്യൽ നെയിമും കാശി എന്ന് തന്നെയാണ് എന്നാണ്. പക്ഷെ അല്ല, കാശിയുടെ ഒഫീഷ്യൽ നെയിം വേറെയാണ്. നമ്മൾ പല പേരുകളും വിചാരിച്ചു. പക്ഷേ ഈ ഒരു പേര് ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പേരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ പിന്നെ ചിന്തിക്കാൻ നിന്നില്ല. അച്ഛൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് നടത്താം എന്ന് വിചാരിച്ചു. പിന്നെ പലയിടത്തും ചടങ്ങുകൾ പലതരത്തിലായിരിക്കും. നമ്മളിങ്ങനെ വിളക്കും പിന്നെ നെല്ലും ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്യണത്. അപ്പോൾ നമ്മുടെ അച്ഛനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പാറുവിൻ്റെ പേര് വിളിക്കുക അച്ഛൻ ചെറിയൊരു ആക്സിഡൻ്റൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയൊന്നുമല്ല, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം. ഓവറോൾ ഇപ്പോൾ ഇത്ര ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അപ്പോൾ ചടങ്ങ് നടത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അച്ഛൻ്റെ മടിയിലിരുത്തിയിട്ടാണ് നമ്മൾ കാശിക്കുട്ടനെ പേര് വിളിക്കാൻ പോണത്.
അപ്പേ എല്ലാവരോടും മോന്റെ പേര് വിളിക്കാൻ പോണിട്ടാ. നിങ്ങളെ എല്ലാവരും സമ്മതത്തോടു കൂടി തന്നെ മോന്റെ പേര് വിളിക്കാൻ പോണേ. മോനെ ഈ പേര് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന പേര് അശോകൻ എന്നാണ്. അതാ ഇപ്പൊ വിളിച്ചിരിക്കുന്ന പേര് അശോകൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇവര് ഇടാൻ പറയുന്നല്ലേ, ഇവര് ഒറിജിനലായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന പേര് നിനവ് പി നിതീഷ്. നിനവ് എന്നാണ്, നിനവ് പി നിതീഷ് എന്നാണ് ഒരു രജിസ്ട്രേഷൻ ഇട്ടിട്ടുള്ള പേര്. ഞാൻ പേര് വിളിച്ചിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ എൻ്റെ ലിസിത്തൻ്റെ പേര് അശോകൻ. അപ്പോൾ ഞങ്ങളും പേര് വിളിക്കുകയാണ്. മടിയിലിരുത്തിയിട്ട് പാറക്കുട്ടീനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിപ്പിച്ചു. എല്ലാവർക്കും മനസ്സിലായല്ലോ, നിനവ് നിതീഷ് എന്നാണ് നമ്മുടെ കാശിയുടെ ശരിക്കുള്ള പേര്. പാറുവിൻ്റെ ശരിക്കുള്ള പേര് നിഹാ നിതീഷും അനിയൻകുട്ടൻ്റെ ശരിക്കുള്ള പേര് നിനവ് നിതീഷ് എന്നുമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കാശിയെ വിളിക്കാം. അത്രേ ഉള്ളൂ. നമ്മൾക്ക് ഒഫീഷ്യലായിട്ടൊരു നെയിം അത്രയും നമ്മൾ വിചാരിച്ചുള്ളൂ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കാശി ചെറുതായിട്ടൊന്ന് ആ നേരത്തൊന്ന് ഇടഞ്ഞു തുടങ്ങി. എന്നുവെച്ചാൽ അവന് ഉറക്കത്തിൻ്റെ ഒരു സമയമായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൈമാറി എടുക്കല്ലേ, അപ്പോൾ അവന് അതിൻ്റേതായ വാശികളും. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് യാതൊരുവിധ രക്ഷയില്ല, അവൻ ഉറങ്ങന്നെ വേണം. ഇപ്പോൾ ഇത് പാറു കണ്ടോ, പാറുവിന് മാളുട്ടി ചേച്ചിനെ കണ്ടിട്ട് മാളുട്ടി ചേച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാനാണ് അവൾക്ക് ഫുൾ ടൈം ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു വാശി പിടിപ്പിക്കേണ്ട, കയ്യിൽ അവളുടെ ഇഷ്ടത്തിന് നടത്തട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഇന്ന് ഞാൻ എൻ്റെ സഞ്ജുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. സഞ്ജപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ അവനും പൊളിച്ചേനെ. ഇപ്പം പോളണ്ടിലിരിക്കുന്ന സഞ്ജപ്പനെ ഞാൻ എൻ്റെ വിഷമം അറിയിക്കുകയാണ്. അപ്പോൾ അതേ അച്ഛനും ചെവിയിൽ പേര് വിളിച്ചു, CJ അമ്മയുടെ ചെവിയിൽ പേര് വിളിച്ചു. അപ്പോൾ കീത്തുനും നിഖിലിനും മടിയിലിരുത്തിയിട്ട് വിളിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കാശ് ഒന്നാമത് ഭയങ്കരമായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ അയ്യും അതിനും കയ്യിലും ഉണ്ട്. ഇനി അവർ എൻ്റെ മൂന്നാളും ബഹളമായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് പിക്സ് എടുത്തു. പിക്കുകളൊക്കെ അടിപൊളി പിക്കുകളായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിക്സൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലായാലും നമ്മൾ ഫോട്ടോസും പോസ്റ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ബേബി ഷൂട്ട് എടുത്ത അതേ പയ്യൻ തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഓൺ മീഡിയ എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ നമ്മുടെ അല്ലും അയിനും നല്ല മിടുക്കൻകുട്ടന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. അയിനിക്കുട്ടന് ചെറിയൊരു അടച്ചിലുണ്ട്, പക്ഷെ മക്കൾക്ക് അങ്ങനത്തെ വിധത്തിലുള്ള വാശിയൊന്നും ദൈവം സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ ഭയങ്കര ക്രൗഡൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര വാശിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത്രയ്ക്കൊന്നും വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നല്ല കുട്ടികളായിട്ട് എല്ലാവരെയും പോയി ഞങ്ങളോട് നന്നായിട്ട് സഹകരിച്ച് നിന്നും. ഇത് വലിയേട്ടനാണ്, ചേച്ചി മൂത്ത ചേട്ടത്തിയും 2 മക്കളുമാണ് കേട്ടോ. നമ്മുടെ തൊട്ട് കിഴക്കേ തന്നെയാണ് വീട്. ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ചടങ്ങിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനതിന് വലിയേട്ടനും ചേച്ചിയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവരും ഇപ്പോൾ ഏട്ടൻ്റെ ആഗ്രഹം വലിയേട്ടൻ്റെ മടിയിലെത്തിയിട്ടൊന്ന് പേരിടണമെന്ന്. അപ്പോൾ വലിയേട്ടനും പേരിടിച്ചു. അച്ഛൻ വിളിച്ചത് അശോക് എന്നുള്ള പേരാണ്. അതായത് നമ്മുടെ വലിയച്ഛൻ്റെ പേരാണ് അശോക്. അതായത് നമ്മുടെ വലിയേട്ടൻ്റെ അച്ഛൻ്റെ പേരാണ് അശോക് എന്നുള്ളത്. അച്ഛൻ വിളിച്ച പേര് അശോക് എന്നാണ്. അപ്പോൾ വലിയേട്ടനെ കൊണ്ടും ജസ്റ്റ് നമ്മളൊരു സന്തോഷത്തിന് ഇങ്ങനെ പേര് വിളിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അവൻ ചെറുതായിട്ടൊന്ന് നടയാൻ തുടങ്ങിയപ്പോൾ നമ്മളെടുത്തുനിന്നൊരു കളിപ്പാട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവനൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി എണീക്കേണ്ട, അവിടെ തന്നെ ഇരുന്ന് ഓരോരുത്തർ ഇരുത്തിയിട്ട്
ഇരിക്കാം, ഞങ്ങൾ എണീക്കേണ്ട അങ്ങനെ വിചാരിച്ചു വെച്ചാൽ. കാരണം വാശി അധികം പിടിപ്പിക്കരുതല്ലേ, കുറച്ച് നേരം കൂടെ നമുക്ക് കാശി നിർത്തണ്ടല്ലേ. അടുത്ത നമ്മുടെ ലീനമ്മ വന്നിട്ട് ലീനമ്മയുടെ പേര് വിളിച്ചു, ഇഷ്ടമുള്ള പേര് വിളിച്ചു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും അവൻ ഓക്കെ ആയി തുടങ്ങി. ആദ്യത്തെ ഒരു അടച്ചിലും കാര്യങ്ങളും രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോൾ ഒന്ന് അടച്ചിലൊക്കെ സെറ്റായപ്പോൾ നമ്മളവിടെ ഇരുന്ന് തുടങ്ങി. പാറുക്കുട്ടിനെ കാണാത്ത വേറൊന്നല്ല, അവൾ ഭയങ്കര കളിയുടെ ജ്വരത്തിലാണ്. അവളെ നമ്മൾ വലിച്ചു പിടിച്ച് കൊണ്ടുവന്നാൽ അവൾ നിൽക്കത്തില്ല, ഭയങ്കരമായിട്ട് സാഡാക്കും. അതുകാരണം അവളെ നമ്മൾ കളിച്ചോട്ടെന്ന് വെച്ച് വിട്ടതാട്ടോ. പിന്നെ അച്ഛനാണ് ഇപ്രാവശ്യം ഉണ്ണിക്കുള്ള സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇടിക്കുന്നത് അച്ഛനാണ്. കാരണം പാറുക്കുട്ടീനെ ഇടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം അച്ഛനത് തീരാത്തതാണ്. കാരണം അന്ന് അച്ഛൻ്റെ കൈയൊക്കെ കുടുങ്ങിയിരിക്കുകയായിരുന്നു, മൊത്തം വയ്യാണ്ടിരിക്കുകയായിരുന്നു അച്ഛന്. അപ്പോൾ അന്നൊക്കെ സഞ്ജു അമ്മയും കൂടിയാണ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ണിയുടെ എല്ലാ സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇടിച്ചത് കണ്ണച്ഛനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാറു കണ്ടപ്പോൾ പാറു നൈസായിട്ട് വന്നു നിന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊരു ഗോൾ അടിക്കുന്ന പോലെയാണ് പാറുവിൻ്റെ വരവും പോക്കും. അവൾക്ക് തോന്നുമ്പോൾ അവൾ വരും, പക്ഷേ പ്രഷർ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൾ വരത്തില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫംഗ്ഷനിൽ നമ്മൾ കരയിക്കാൻ നിന്നാൽ നടക്കില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ അവൾ വന്ന് ഉണ്ണിനെ കളിപ്പിച്ച് ചിരിച്ചൊക്കെ പോവുമായിരുന്നു. അപ്പോൾ നമ്മൾ പാദസരം, അരഞ്ഞാണം, വള, തള അതൊക്കെയാണ് നമ്മൾ അച്ഛനും അമ്മയും കൂടെ ഇടിയിക്കുന്നത് നമ്മുടെ കാശിക്കുട്ടനെ. നമ്മൾ വിചാരിച്ചതാണ് സഞ്ജുവിനൊരു വീഡിയോ കോൾ വിളിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ തിക്കും തിരക്കിലും നമ്മൾ മറന്നുപോയി. തിക്കും തിരക്കും വേറെ നല്ല കാശി അടഞ്ഞപ്പോൾ നമുക്ക് ആകെ ടെൻഷൻ, എങ്ങനെയെങ്കിലും പരിപാടി ഒന്നും വേഗം സെറ്റാക്കണം എന്നൊരു മൈൻഡായിരുന്നു. അപ്പോൾ അത് വേഗം ആക്കണതിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിനെ വിളിക്കാനായിട്ട് ഞാൻ മറന്നുപോയി. ഈ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് സഞ്ജുവിനെ വിളിച്ചത്. നമ്മൾ ഓവറോൾ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ വിചാരിച്ചത് വളരെ ചുരുക്കി നടത്താം എന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു കാശിരും കൂടെ പേരുവിളിയല്ലേ ഉള്ളൂ. കാരണം ഇപ്പോൾ തൊട്ടടുത്താണ് പല്ലുവിൻ്റെ അയിനുവിൻ്റെ പേരുവിളി കഴിഞ്ഞിട്ട് ഒരു 3 മാസമായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ നമ്മുടെ കാശിയുടെ പേരുവിളിയും കൂടെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ചു വേണ്ട, ആൾക്കാരെ വളരെ കുറയ്ക്കാം. പിന്നെ വിചാരിച്ചു വേണ്ട, നമ്മളെല്ലാവർക്കും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കൂടുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ക്ഷണിച്ചു. കുഴപ്പമില്ലാണ്ട് ഒട്ടുമിക്ക ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് നമ്മുടെ മേമയുടെ വക ഇടിക്കലാണ് കേട്ടോ. മേമ ഇടിയിച്ചത് അരഞ്ഞാനാണ്. കീത്തും നിഖിലും കൂടെ, അരഞ്ഞാനല്ല, കൈച്ചേനാണ് കീത്തും നിഖിലും കൂടെ നമ്മുടെ കാശിക്കുട്ടന് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് പിന്നെ നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ വക നമുക്കൊരു വാളി ഉണ്ടായിരുന്നു. പിന്നെ ലീനമ്മയുടെ വക ഒരു വാളി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ കാശിക്കുട്ടന് സമ്മാനങ്ങളൊക്കെ കുറേ പേരൊക്കെ തന്നായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മളിരുന്ന് നല്ല രീതിയിൽ ഭയങ്കര സന്തോഷത്തോടു കൂടെ നമ്മൾ ആ ചടങ്ങ് അങ്ങോട്ട് നടത്തി.
അപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ ഫുഡ് കൊടുത്തു തുടങ്ങാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏട്ടൻ്റെ ഫുഡ് സദ്യയിലൊക്കെ വിളമ്പാനായാലും കലവറയിലായാലും ഏട്ടന് നിന്നില്ലെങ്കിൽ ഏട്ടന് ശ്വാസം നേരെ വീഴില്ല. അപ്പം ഞാൻ കിട്ടിയ നേരം കൊണ്ട് വേഗം തന്നെ ഏട്ടനെ വിളിച്ചിട്ട് കുറച്ച് രണ്ട് മൂന്ന് ക്ലിക്ക് ഫാമിലി ഫോട്ടോസ് എടുത്തായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് പാറുവിന് ആ നേരത്തെ ഞങ്ങൾക്ക് കിട്ടി. കാരണം എന്തോ നല്ല മൂഡായിരുന്നു. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ പാറുവിനെ കൊണ്ടൊന്ന് ചിരിപ്പിക്കാനൊക്കെ. അവൾ ഇച്ചിരി ഇടച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാശിയുടെയും അല്ലുവിൻ്റെയും ഡ്രസ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല സ്റ്റാൻഡേർഡ്. നമുക്ക് വന്നവരൊക്കെ നമ്മളോട് അതന്നെയാണ് പറഞ്ഞിരുന്നത്, പിള്ളേരുടെ ഡ്രസ്സ് പൊളിച്ചു. ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ നമ്മുടെ പേജിലിടാം കേട്ടോ. അടിപൊളി പേജാണ്. നമ്മൾ പറയുന്ന സംഭവമൊക്കെ അവർ ചെയ്തുതരും. അപ്പോൾ കുറേ പേരൊക്കെ അപ്പുറത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആ നേരം കൊണ്ട് നമ്മുടെ കാർത്തിയുടെ കൂടെ നിന്ന് കുറച്ച് പിക്ക് എടുത്തു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും കീത്തു. ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോസ് വളരെ കുറവാണ് ഉണ്ട്, എന്നാലും കുറച്ച് പിക്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ അത് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പം എവിടെയെങ്കിലുമൊക്കെ അമ്മയുടെ കയ്യിലും അമ്മായിമാരുടെ കയ്യിലൊക്കെ ആക്കിച്ചു. എൻ്റെ അച്ഛൻ ഏത് നേരവും കീത്തുവിനോട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അച്ഛന് അത് വലിയൊരു ഹോബിയാണ് കേട്ടോ. കീത്തുവിന് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കീത്തുവിന് എപ്പോഴും ചൊറിഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ നമുക്ക് കുറേ പോസുകളൊക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോസ് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് എനിക്കും കീത്തുവിനും ഞങ്ങൾക്ക് നന്നായിട്ട് ഫോട്ടോസ് എടുക്കാൻ വഴങ്ങും. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും നോക്കി ചിരിക്കായിരുന്നു ഞങ്ങൾ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട്. പിന്നെ മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്നൊരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കവർ ചെയ്തുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റാറില്ല. ഞങ്ങളുടെ ഈ 3 ആൾക്കാരെ പേര് വിളിക്കും. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മാക്സിമം നമ്മളെല്ലാവരെയും വിളിച്ചായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ പേര് ഫോട്ടോ എടുക്കാൻ വന്നായിരുന്നു. കുറേ പേര് എല്ലാവരും നമ്മൾ ഫോട്ടോ കവർ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരായിട്ടുള്ള ക്ലിക്കും സാധനങ്ങളൊക്കെ കിട്ടി. നമ്മളെന്തായാലും അത് ഇൻസ്റ്റഗ്രാമിലും കാര്യത്തിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫോട്ടോസിൻ്റെ പോസ് എടുക്കൽ ഞങ്ങൾക്ക് തീർന്നിട്ട് പല തരത്തിലുള്ള ഫോട്ടോസായിരുന്നു ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. Ready, 1, 2, 3 ട്ടോ. Ready? Ready, 1, 2, 3. ചിരിക്കാൻ ഒരാൾ ചിരിക്കാൻ ഒരാളായിട്ട് രണ്ടൊരാഴ്ച ആദ്യം നോക്ക് അതാ ചിരി പൊട്ടി ചിരി അതിനൊന്നുകൂടെ ചിരി കേട്ടോ. റെഡി 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 1, 2, 3. അപ്പോൾ വന്നവരൊക്കെ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് ഇതും എല്ലാവരും യാത്രയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോവാണ്. നല്ല ഫുഡായിരുന്നു. ഫുഡും കുഴപ്പമില്ലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു ഫുഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ കുറേ പേരിങ്ങനെ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ളൊരു ഗവൺമെൻറ് സ്കൂളിലത്തെ ടീച്ചേഴ്സാണ്. അപ്പോൾ അവർ ഏട്ടനായിട്ടുള്ളൊരു കണക്ഷനിലാണ്. അച്ഛനെ അറിയാം. അതിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാനും ഗീത്തും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ പ്രത്യേകിച്ച് ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഗീത്ത് സെൽഫിയും കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഭയങ്കര വെട്ടലാണ്.
ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം സദ്യ. ഏട്ടന് ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സദ്യ. മാക്സിമം ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കും. പക്ഷേ ബിരിയാണി ഒന്നും എനിക്ക് അത്ര വലിയ പ്രിയമില്ല, കഴിക്കും. പക്ഷേ കീത്തൂന് അങ്ങനെയല്ല, കീത്തൂന് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം സദ്യനേക്കാളും. നിഖിലിന് അങ്ങനെയാണ്. എനിക്കും ഏട്ടനും സദ്യയാണെങ്കിൽ നിഖിലിനും കീത്തൂനും ബിരിയാണിയാണ് ഇഷ്ടം. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ എന്ത് കിട്ടിയാലും തിന്നും. പക്ഷേ കുറച്ചും കൂടി ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് കറികൾ, അവിയൽ, പിന്നെ മോരുകാച്ചി, ക്യാബേജും ബീൻസും സംതിങ് അങ്ങനത്തെ എന്തോ ഒക്കെയായിരുന്നു കറികൾ. ഇത് എൻ്റെ അമ്മ വീടാണ് കേട്ടോ, അമ്മ വീട്ടിൽ ആൾക്കാരാണ്. ഇത് എൻ്റെ വല്യമ്മയുടെ 2 മക്കളാണ്. ഇതെൻ്റെ മൂത്ത ചേട്ടൻ വൈശാഖേട്ടൻ, വൈശപ്പൻ, പിന്നെ അമ്പാടി ഇതെൻ്റെ വല്യച്ഛനാണ്. ഇതെൻ്റെ മേമയാണ്, മേമയുടെ 2 മക്കളാണ്. ഞങ്ങളൊരു ജോളി ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അവരും കുറച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ്. മാൾട്ടിക്ക് വീണ്ടും വിഷമം. ഞങ്ങള് ഒരു ദിവസം കൊണ്ടുപോട്ടെ, ഒരു ദിവസം വരാൻ അവളെ മാളുട്ടി എല്ലാവരും എന്താ അപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവർ എവിടെ ഫംഗ്ഷന് വന്നിട്ടുണ്ടെങ്കിലും വേഗം തന്നെ ഒന്നും, അതായത് ചടങ്ങ് കഴിയുക, ഭക്ഷണം കഴിക്കുക, പോവുക, പരിപാടി കഴിക്കുക, പോവുക, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നന്നായിട്ടിരുന്ന് സംസാരിച്ച് എല്ലാവരോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്കൊക്കെ വന്നിട്ടായാലും കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ അതെൻ്റെ മാമയൊക്കെയാണ് കേട്ടോ, അവരും ഇറങ്ങാൻ നിൽക്കുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റിലാക്സ് ആയിട്ട് ഞങ്ങളുടെ 3 ചെക്കന്മാരുടെയും ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. പാറുക്കുട്ടി കിടന്ന് ഉറങ്ങാണ്, ഇതേ സോഫയിൽ പാറുക്കുട്ടി കിടന്ന് ഉറങ്ങാണ്. അത് കാരണം പാറുക്കുട്ടിനെ വിളിക്കാൻ നിന്നില്ല. ഞങ്ങൾ പാറുൻ്റെ സിംഗിളായിട്ടുള്ള കുറേ പിക്സ് എടുത്തു. പിന്നെ പാറുക്കുട്ടിയും ഇവർ 3 ആളായിട്ട് ഇരുത്താൻ പറ്റുന്ന പ്രായമല്ലല്ലോ, അവരിരിക്കാൻ തുടങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ 4 പേരുമായിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട്. കണ്ടോ, ഞങ്ങളുടെ 4 മക്കളും കിടക്കണം, 3 മക്കളും കിടക്കണം, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഡ്രസ്സ് നല്ല രസമില്ലേ കാണാൻ. അതിൽ കാശിക്കുട്ടൻ്റെ മാത്രം ഇത്തിരി സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മാക്സിമം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നോക്കാനെങ്കിലും വേണ്ടിയിട്ട് മാക്സിമം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് അവരടച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടി പിടിച്ച് വലിക്കലും തിരുമലും പിടിച്ച് വലിക്കും, അങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ടായുള്ളൂ. കരഞ്ഞില്ല കേട്ടാരും. ഈ ഒരു പിക്കും ഞങ്ങൾ ജസ്റ്റ് ഇടാം, നല്ല രസമില്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ മാക്സിമം എവിടെ പോകുന്നുണ്ടെങ്കിലും ഇവരെ 3 ആൾ ഒരേപോലത്തെ ഇടിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുള്ളൂ. ഇവർ 3 പേര് ഇപ്പോൾ ഒരേപോലെ കാണാനായിട്ട്. 3 ഒരമ്മ പെറ്റ 3 മക്കൾ അങ്ങനെ പറയത്തുള്ളൂ. ദേ ചേച്ചിയമ്മ എണീറ്റിട്ട് ചേച്ചിയമ്മ ദേ അവിടെ വാശി തുടങ്ങി. എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് കരച്ചിൽ കഴിഞ്ഞപ്പോൾ കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുത്തായിരുന്നു. അതായത് നമ്മുടെ ഫാമിലി, നമ്മുടെ പണിക്കാട്ടിൽ നമ്മുടെ അച്ഛനമ്മ, നിഖിൽ, ഏട്ടൻ, നമ്മൾ എല്ലാവരും കൂടെയുള്ള ഫാമിലി ഫോട്ടോസ് അകത്ത് വെച്ചെടുത്തായിരുന്നു. അകത്ത് വെച്ച് ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ അമ്മയും അച്ഛനും 4 പേരക്കുട്ടികളും വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ കുറച്ച് പിക്സുകളും കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തായിരുന്നു കേട്ടോ. എന്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ എടുത്ത് കേട്ടാ, ഞാൻ റെഡിയാണ്. ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. എല്ലാവരുടെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരു വിധമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി കീത്തു ഞങ്ങൾക്ക് റീൽ എടുക്കണം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഓരോ റീൽ ഞങ്ങൾക്ക് റീൽ എടുക്കാറുണ്ട്. ഫാമിലി ഫോട്ടോ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ആൾക്കാരൊക്കെ ഏകദേശം പോയി, എല്ലാവരും കാലിപ്പറമ്പൊക്കെ ആയിട്ടുണ്ട്. ഇതിനേക്കാളും ഗംഭീരമായ കോലത്തിലാണ് നമ്മൾ അച്ഛനെ കാണിക്കാറ്. ടീഷർട്ട് അച്ഛന് നല്ല അടിപൊളി ഫോട്ടോസ് നമ്മൾ കമ്മിങ് സൂൺ യാ. ഇപ്പോൾ ഇത് നിഖിലും ചാച്ചനും 2 മക്കളും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാശിക്കുട്ടൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് കാശിക്കുട്ടൻ്റെ ഡ്രസ്സ് കഴിച്ചായിരുന്നു വാശി പിടിച്ചപ്പോൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവർ 2 പേരും കുറച്ച് പിക്ക് എടുത്തു. അങ്ങനെ പിക്സ് എടുക്കുന്നതിനിടയിൽ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബാക്കിൽ പോയിട്ട് റീൽ എടുക്കുകയാണ് മക്കളെ. കീത്ത് ഫുള്ള് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു നമ്മുടെ റീൽ എടുക്കൽ.
എടുക്കാം, നമുക്ക് സെറ്റ് ആവണവരെടുക്കാം. നോക്കിയേ, കണ്ടു. അങ്ങനെ എല്ലാവരും പോയി, നമ്മൾ മാത്രമായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ ഇറാത്ത് ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞ് പിള്ളേരെല്ലാവരെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഇന്നലെ മുത്തുമണി ചൂത്കരണം. പാറു കാശിയുടെ പേര് വിളി കഴിഞ്ഞല്ലേ? എടാ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായി? ഫംഗ്ഷൻ സൂപ്പർ ആയിരുന്നു അല്ലേടാ? സൂപ്പർ ആയിരുന്നില്ലേ? വിളിച്ച പലരും വന്നിട്ടില്ല, അവര് ഈ വീഡിയോ കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മ കാണുന്നുണ്ടെന്ന് പറയടാ. ആ നല്ല സദ്യ ആയിരുന്നു കേട്ടോ. എനിക്ക് സദ്യ പായസം നല്ല സൂപ്പർ ആയിരുന്നു. എല്ലാം കിട്ടി. ഞാൻ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, എടുത്തടിച്ചു. ഏറ്റവും അവസാനം ഞങ്ങൾ 3-5 ആൾക്കാർ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതും കൂട്ടി ചോർന്നു. പായസം കഴിച്ചു. തികഞ്ഞ ഇഷ്ടം പോലെ ബാക്കിയുണ്ടല്ലോ. കറികളൊന്നും അധികം ബാക്കിയില്ല. അധികമല്ല, ഓവറായിട്ട് ബാക്കിയൊന്നുമല്ല. ഇങ്ങനെ ആരും കൊണ്ടു കൊടുക്കാനോ പിടിക്കാനുള്ള ഒന്നല്ല, പക്ഷെ നമുക്ക് കഴിക്കാനുണ്ട്. എന്താ ചക്ക നോക്കണേ. ഇനിയിപ്പോൾ രാത്രിക്കുള്ള പരിപാടിയാണ്. ഞങ്ങളിത് ചോറുള്ളത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറൊക്കെ ഞങ്ങൾ തിളപ്പിച്ച് ഊറ്റി. പിന്നെ നമ്മൾ അറയ്ക്കാന്ന് തോന്നുന്നു, അറയ്ക്കോ കുടുതയോ ഒരു മീൻ മേടിച്ചിട്ട് അതൊക്കെ വറുത്തു വെച്ച് നമുക്കുള്ളവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻ വറുത്തു. പിന്നെ സാമ്പാർ, കറികൾ, കാര്യങ്ങളൊക്കെ കുറച്ച് ബാക്കിയും കാര്യങ്ങളുണ്ടായിരുന്നു. പാറക്കുട്ടിയുടെ ചേട്ടനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മാമൻ്റെ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ വരാൻ പറ്റാത്ത 1-2 പേര് നമുക്ക് വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുത്തു തുടങ്ങിയിട്ട് എല്ലാവർക്കും പുറത്തിരുന്നിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. പുറത്ത് വെച്ചിട്ട് ടേബിളിട്ടിട്ട് ഇലയൊക്കെ വിളമ്പിട്ടാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ പിള്ളേർപ്പടിയാണ് ആദ്യം ഇരിക്കുന്നത്. പാറു ഇരിക്കുന്നത് കണ്ടോ, അവിടെ ഭക്ഷണം കഴിക്കാനുള്ള വിധേനയാണ് ഇരിക്കുന്നത്. പക്ഷേ അവൾക്ക് കുറച്ച് വാശിയും കുറുമ്പൊക്കെ ഉള്ളതുകൊണ്ട് അവളെടുത്തേക്ക് ആരെങ്കിലുമൊക്കെ വേണം. അവളൊന്ന് ഇൻസ്ട്രക്ട് ചെയ്യണം കഴിക്കാൻ വേണ്ടിയിട്ട്, എന്നാലൊക്കെ കഴിക്കുള്ളൂ. പിന്നെ നല്ലൊരു മൂഡും വേണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വാരി കൊടുക്കണം. ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര വാശിയായിരുന്നു. രാവിലെ അവൾ ഒറ്റയ്ക്കാണ് കഴിച്ചത്, ഉച്ചയ്ക്ക് ഒറ്റയ്ക്കാണ് കഴിച്ചത്, വൈകിട്ട് ഒറ്റയ്ക്കാണ് കഴിച്ചത്. അതുകൊണ്ട് ഇച്ചിരി ഫുഡ് മാത്രമേ അവളെ വയറ്റിലേക്ക് ഇന്ന് പോയിട്ടുള്ളൂ. പക്ഷേ എനർജിക്ക് യാതൊരുവിധ കുറവുമില്ല. എയറിലാണ് പാറുന്ന് ഫുൾ ടൈം നിന്നിരുന്നത് പിള്ളേരായിട്ട് കളിച്ചിട്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പാറുവിനെ പിടിച്ച് വെക്കൊന്നുമില്ല കേട്ടോ. പാറുവിനെ അങ്ങോട്ട് അഴിച്ച് വിടും നമ്മൾ. നമ്മുടെ കൺവട്ടത്തുണ്ടായാൽ മതി, എങ്ങനെ വേണമെങ്കിലും കളിച്ചോട്ടെ, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഇറങ്ങാറായിട്ടോ. നാളെ രാവിലെ തന്നെ അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നില്ല, ഇന്ന് രാത്രി തന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇറങ്ങുകയാണ്. അച്ഛന് നാളെ പണിയുണ്ട്. അപ്പോൾ കാശിക്കൂട്ടനൊക്കെ എടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഇവർ 9 മണി വാടി അമ്മ കള്ളി വാടി അമ്മ സിന്ദൂരി മണി അമ്മ പൊന്നു വാടി അമ്മ സർക്കര കൊടം വാടി ചാടി വാടി അമ്മ മൂള് വാടി നീ കൊച്ചിനോർക്കടി. അപ്പം അത് കുറച്ച് നേരത്തെ അച്ഛന് പാറുണ്ടിക്കുന്ന ഒരു ഉമ്മ കിട്ടിയായിരുന്നു കേട്ടോ. അച്ഛന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഗോളടിക്കുന്ന പോലെയാണ്. കാരണം ഇവർ രണ്ടുപേരും ഏത് നേരവും തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന 2 ആൾക്കാരാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്തുള്ള സ്നേഹപ്രകടനം കിട്ടുന്നത് ഗോളടിക്കുന്ന പോലെയാണ്. 2 പേരും എപ്പോഴും അരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത് അച്ഛൻ പാറുക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പാറുക്കുട്ടിക്ക് വലിയ മൈൻഡില്ല. അച്ഛൻ പറഞ്ഞു, നീ ഫോണും കൊണ്ട് വന്നുകൂടി, അവൾ ഇപ്പം എന്നെ കെട്ടിപ്പിടിക്കുന്നത് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയതാട്ടോ. പക്ഷേ പാറു ഒരു പൊടിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കൊടുത്തേ
സുന്ദരാ സുന്ദരോ മൊബൈൽ ടാറ്റാ ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഇതേ കഴിക്കാനിരിക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായി. എങ്ങനെയും ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു കേട്ടോ. വെച്ചാൽ വൈകുന്നേരം ആയപ്പോഴത്തേനും ഉണ്ണികളും ക്ഷീണമായിട്ട് ഉണ്ണികൾക്കും വാശിയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4 പേരെയും എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് 4 പേരെയും കെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ 4 പേരിരുന്ന് കളിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അടിയിൽ നിന്ന് കീത്തും നികിലൊക്കെ വരും. അപ്പോൾ അവരെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇതോട് കൂടിയിട്ട് നമ്മുടെ പേരുവിളിയുടെ ഡേ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അതായത് വൈകുന്നേരം ആയി, രാത്രി ഒരു 11:30 ആയി ഞങ്ങളെല്ലാവരെയും കൂടെ മേലേക്ക് കയറിയപ്പോൾ. അപ്പോൾ ചേച്ചിയമ്മയൊക്കെ ആയിട്ട് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ കാശിക്കുട്ടൻ്റെ പേരുവിളിയുടെ ദിവസം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കാശിക്കുട്ടൻ്റെ പേരുവിളി അടിച്ചു പൊളിച്ചില്ലേ വേറു? സൂപ്പർ ആയിരുന്നില്ലേ? അയിനുറ്റാ അയിനുച്ചേ ചീച്ചേ ചീച്ചേ നമ്മൾ അയിനുക്കുട്ടൻ്റെ പേരുവിളി പൊളിച്ചില്ലേ? ഛേ, കാശിക്കുട്ടൻ്റെ പേരുവിളി പൊളിച്ചില്ലേ? അയിനു 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 പൊളിച്ച് ചമ്മന്തി ആക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാശിക്കുട്ടൻ്റെ പേരുവിളി കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. അല്ല കീത്തു? അപ്പം നമ്മൾ എന്താ പറയുക, അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ മര്യാദയ്ക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തു. കേട്ടല്ലോ? ആർക്ക്? ഇവൻ ആരാ പറു? ഇവനു ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരയ്ക്കും ബൈ ബൈ.